നമസ്കാരം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബംഗ്ലാദേശിൽ അധികാരത്തിലിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. ആ പ്രതിഷേധം ലഹളയായി മാറുന്നു. പിന്നീട് ഒടുവിൽ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് രാജ്യം വിടേണ്ടി വന്നു. രാജ്യത്ത് ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കപ്പെടുന്നു. നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസ് അവിടെ ഈ സർക്കാരിൻ്റെ തലവനായി വരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലരും ആലോചിച്ചു കൊണ്ടിരുന്നു. ആരാണ് ഇതിന് പിന്നിൽ? ഇത്രയധികം ഭൂരിപക്ഷത്തോടു കൂടി ബംഗ്ലാദേശിൽ ഭരണം നടത്തിയിരുന്ന, മൂന്നാം തവണയും അധികാരത്തിൽ വന്ന, ജനസമ്മതി ആർജിച്ച ഷെയ്ഖ് ഹസീന സർക്കാരിനെ, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് മുഹമ്മദ് യൂനസ് ഇതാ സ്വയം അവരോധിതനായതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അയാളെ അവിടെ പിടിച്ചിരുത്തിയതാണോ? ആരാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയുള്ള ചർച്ചകൾ ധാരാളം നടന്നിരുന്നു. പല അവകാശവാദങ്ങളും ഇതിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്നൊരു വിഭാഗം പറയുന്നുണ്ട്, ചൈനയാണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇതൊരു അമേരിക്കയുടെ കളിയാണ്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ കളിയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതായത് അവിടുത്തെ ഒരു ദ്വീപ് അത് അമേരിക്ക ചോദിച്ചിരുന്നു സൈനിക ആവശ്യത്തിനായി. അത് കൊടുക്കില്ല എന്ന് ഷെയ്ഖ് ഹസീന നിലപാടെടുക്കുന്നു. അതിനുശേഷം അവിടെ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് ബംഗ്ലാദേശിൽ തങ്ങൾക്കിഷ്ടമുള്ള ഒരു പാവ സർക്കാരിനെ നിയോഗിക്കാനായി അമേരിക്ക തീരുമാനിക്കുന്നു. അങ്ങനെയാണ് മുഹമ്മദ് യൂനസ് സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന ചർച്ചയാണ് വളരെയധികം പ്രാബല്യം ലഭിച്ചത്. ധാരാളം പേർ വിശ്വസിക്കുന്നതും അതുതന്നെയാണ്. എതിരഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിലും. പക്ഷേ ഇപ്പോൾ ഇതാ അതിന് പിന്നിൽ അമേരിക്ക തന്നെയാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പുതിയ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് മുന്നേയുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ബൈഡനുമായി അത്ര രസത്തിലല്ല. എന്ന് പറഞ്ഞാൽ ബൈഡൻ്റെ നയങ്ങളോട് ഒട്ടും യോജിക്കാൻ കഴിയാത്ത ഒരു ആളാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ തുടർന്നു വന്നിരുന്ന നയങ്ങളിൽ നിന്നെല്ലാം ഒരു യു ടേൺ അടിക്കുക എന്ന് മാത്രമല്ല, അദ്ദേഹം അമേരിക്കയിൽ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പുറത്ത് നടന്നിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം അദ്ദേഹം തുറന്നടിച്ചു പറയുകയാണ്. സത്യത്തിൽ അവർക്കിടയിൽ നടന്ന പല വൃത്തികെട്ട കാര്യങ്ങളുമാണ് പുറത്തേക്ക് തുറന്നു പറയുന്നത്. ഇപ്പോൾ US എയ്ഡ് നൽകി വരുന്ന സഹായങ്ങളെക്കുറിച്ചെല്ലാം ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇത്രയധികം പണം ഇന്ത്യക്ക് കൊടുക്കുന്നത്, ബംഗ്ലാദേശിന് കൊടുക്കുന്നത്, ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ എന്തിനാണ് നമ്മൾ പണം ഒഴുക്കുന്നത് എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്നുണ്ട്. അത് ഒഴുക്കിയെന്നതും പലരും വാങ്ങിയെന്നതും സത്യമാണ്. പക്ഷേ എന്തിനാണ് ഇതൊക്കെ കൊടുത്തത്? ഇതിൻ്റെയൊക്കെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു? ലോകമെമ്പാടും അരാജകത്വം സൃഷ്ടിക്കാനല്ലേ? അങ്ങനെ ഒരു രാജ്യം പുറപ്പെട്ടു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സത്യത്തിൽ അത് അമേരിക്കയുടെ തന്നെ തെറ്റുകളെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇലോൺ മസ്കിൻ്റെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിൽ പറയുന്നത് അദ്ദേഹത്തിന് ജീവന് ഭീഷണിയുണ്ട് എന്നാണ്. അദ്ദേഹം നേരിട്ടത് പറയുന്നില്ല. ഇനി തൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് അമേരിക്കയുടെ വിവിധ ഭരണകൂടവുമായി ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന അമിത ചെലവിനെക്കുറിച്ചുള്ള ഒക്കെയുള്ള ഒരു ഓഡിറ്റ് നടക്കുന്നത്. ഇതിലെല്ലാം പല അഴിമതികളും പിടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. കാരണം ഈ ഓഡിറ്റിലൂടെയെല്ലാം തെളിയുന്നത് ഞെട്ടിക്കുന്ന അഴിമതി കഥകളാണ്. ഇങ്ങനെ അമേരിക്കയിൽ ഇത്രയും കാലം നടന്നു വന്നിരുന്ന പല കൊള്ളത്തരങ്ങളും, അല്ലെങ്കിൽ പല നാണംകെട്ട പ്രവൃത്തികളുമെല്ലാം ഇപ്പോൾ ചികഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. $29 മില്യൺ അമേരിക്ക ഈ ബംഗ്ലാദേശിന് വേണ്ടി ചിലവാക്കിയത്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, ബംഗ്ലാദേശിൽ ഇടതന്മാരെ അധികാരത്തിലെത്തിക്കാൻ, റാഡിക്കൽ ലെഫ്റ്റിനെ അധികാരത്തിലെത്തിക്കാൻ എന്ന പദമാണ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ലിബറൽ പ്രസ്ഥാനങ്ങളെയാണ് അദ്ദേഹം ലെഫ്റ്റ് എന്നത് വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റാഡിക്കൽ ലെഫ്റ്റ്, അതായത് മുഹമ്മദ് യൂനസിനെ പോലെയുള്ള ആളുകളെ ഈ ഭരണത്തിലെത്തിക്കാൻ വേണ്ടി, ഷെയ്ഖ് ഹസീനയെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി അമേരിക്ക നിയോഗിച്ചത്, അല്ലെങ്കിൽ അമേരിക്ക ചെലവഴിച്ചത് $29 മില്യൺ. അത് എന്തിനു വേണ്ടിയായിരുന്നു? അതിൻ്റെ ആവശ്യം എന്താണ്? അതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് പ്രയോജനം എന്നൊക്കെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരാണ് ബംഗ്ലാദേശിൽ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ജനാധിപത്യ രാഷ്ട്രം എന്നൊക്കെയാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ലിബർട്ടിയെയും എല്ലാം മുഖമുദ്രയാക്കിക്കൊണ്ടുള്ള ലോകത്തിലെ ഏറ്റവും മാന്യമായ ജനസമൂഹം എന്നൊക്കെയാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഈ മാന്യന്മാർ എന്തിനാണ് ഇങ്ങനെ ലോകമെമ്പാടും നടന്ന് ഇത്തരത്തിലുള്ള കൊച്ചു രാജ്യങ്ങളിൽ ഭരണത്തെ അട്ടിമറിച്ചും പാവ സർക്കാരിനെ നിയമിച്ചും ഇങ്ങനെ നടക്കുന്നത്? ഭ്രാന്തൻ പണി എന്തിനാണ് എടുക്കുന്നത് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ, അല്ലെങ്കിൽ അമേരിക്ക തന്നെ ഇപ്പോൾ പുനർവിചിന്തനം നടത്തുകയാണ്. സത്യത്തിൽ ബംഗ്ലാദേശിൽ വലിയ ഒരു സർക്കാർ
സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഇത്രയധികം ആളുകളെ കൊന്നൊടുക്കി അവിടെ ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വലിയ കൂട്ടക്കൊല നടത്തി അവിടെ ഇപ്പോൾ നടമാടുന്ന അരാജകത്തിന് പിന്നിലെല്ലാം തങ്ങളാണ് എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.